ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ഗട്ടൂസിൻ്റെ ഈ ഒരു മാനേജർ വെച്ച് കളിപ്പിക്കാനാണ്. അപ്പോൾ പ്ലേയിങ് സ്റ്റൈലൊക്കെ ഔട്ട് വൈഡും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ കളിച്ച് വലിയ ശീലമില്ല, ഒരു വട്ടം എന്താ ഔട്ട് വൈഡും കാര്യം കളിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ഈ ഒരു ഫോർമേഷൻ വെച്ചിട്ട് ഈ ഒരു മാനേജർ വെച്ച് കളിപ്പിക്കാനാണ്. അപ്പോൾ ഈ ഒരു ലിങ്കപ്ലക്കൊക്കെ വേണ്ടി കൊടുത്ത ഫോർമേഷനാണ്. എനിക്ക് ഔട്ട് വൈഡിൻ്റെ ഫോർമേഷനും കാര്യങ്ങളും നന്നായിട്ട് അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇത് കൊടുത്ത് വിങ്ങിലോട്ടൊക്കെ കളിക്കേണ്ട രീതി ആയതുകൊണ്ട് വിങ്ങിലും വെച്ച് നൈസായിട്ട് ഒരു സൈഡ് ബ്ലിറ്റ്സിനെയും വെച്ചിട്ട് ഒരു സൈഡ് ഇപ്പോൾ നമുക്ക് പ്ലെയർ ഓഫ് ദ വീക്ക് കിട്ടിയ സാവി സിമൻസിനെ വെച്ച് കളിപ്പിക്കാമെന്ന് വിചാരിച്ച് ലിങ്കപ്ലേയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാനേജറെ നോക്കുകയാണെങ്കിൽ മാനേജർ ഡീറ്റെയിൽസ് ഔട്ട് വൈഡാണ്. ബൂസ്റ്ററും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്ന ടാക്ലിങ്ങും ലോഫ്റ്റഡ് പാസും. അതാണ് ടാക്ലിങ്ങും കുഴപ്പമില്ലെന്ന് തോന്നണേ, എനിക്ക് അത്ര സെറ്റായിട്ട് തോന്നിയില്ല ബൂസ്റ്റർ. പിന്നെ ലിങ്കപ്ലേ എന്തോ ഒരു ലിങ്കപ്ലേക്ക് ക്രിയേറ്റീവ് പ്ലേ മേക്കർ ടു ഹോൾ പ്ലെയർ ഇങ്ങനെ അങ്ങ് പാസ് കൊടുക്കുക, അങ്ങനെയൊക്കെ ചാടി വരും അവൻ. ആർക്കറിയാം, നടക്കണ കേസൊന്നുമല്ല ലിങ്കപ്ലേ. പിന്നെ ലിങ്കപ്ലേ വെറുതെ ഇവിടെ ഇതാണ് സംഭവം. ഇവിടെ LMF ആയിട്ടൊരു ക്രിയേറ്റീവ് പ്ലേ മേക്കറും വേണം. അവിടെ മെസ്സിനെ എടുത്തിട്ടുണ്ട്. പിന്നെ LMF ആയിട്ട് ഒരു ഹോൾ പ്ലെയർ ആണ്. വേറെ ഹോൾ പ്ലെയറൊക്കെ ഉണ്ട്, പക്ഷേ ഇപ്പോൾ സാവി സിമൻസിനെയും ഈ മാനേജറൊക്കെ വെച്ച് കളിപ്പിക്കാമെന്ന് വിചാരിച്ച് പ്ലെയർ ഓഫ് ദി വീക്ക് കിട്ടിയ സാവി സിമൻസ്. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ഇൻസ്റ്റാഗ്രാമിലും കൂടി കയറി ഫോളോ ചെയ്തേക്കാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് രണ്ട് മാച്ചും കാര്യമൊക്കെ കളിക്കാം. ഇതാണ് ആദ്യത്തെ ഒപ്പോണൻ്റെ സ്ക്വാഡ്. നൈസ് സ്ക്വാഡ് തന്നെയാണ്. ബാറ്റ് ഷൂട്ടർ റോളൊക്കെ ഉണ്ട്. നമുക്ക് വരെ മാച്ചിലോട്ട് കിടക്കാം, ജയിക്കണം. ദിയോഫ്, എഡ്മിൽസൺ, കസേരാസ്, കന്നവാരോ, കസേരാസ്. എടുക്ക് കിട്ട് എടാ പോയാ എടുക്കടാ. എത്ര ബോൾ ഒലീസ് ഒരു ബ്ലിറ്റ്സ് അടിച്ച് നോക്കിയാലോ. വെറുതെ ഒരു ബ്ലിറ്റ്സ് അടിച്ച് നോക്കാം, ചിലപ്പോൾ കിട്ടിയാലോ. അടിച്ചോ എടാ. ഇവിടെ ബ്ലിറ്റ്സിൻ്റെ പവറൊക്കെ കുറഞ്ഞ, ഞാൻ മര്യാദയ്ക്കാണ് അടിച്ചത്. അത് കുഴപ്പമില്ല. ദിയോഫ് എടാ എടുക്ക്. വാൻഡിവാൻ, കൂണ്ട്, കസേരാസ്, കന്നവാരോ, കസേരാസ്, സാവി സിമൻസ്, ദിയോഫ്, മെസ്സി, പോയി എഡ്മിൽസൺ, ക്യാൻ്റെ. എടാ അങ്ങനെ ഇറങ്ങുമെന്ന് വിചാരിച്ചില്ല എഡ്മിൽസൺ. കുഴപ്പമില്ല. കന്നവാരോ, എഡ്മിൽസൺ, ദിയോഫ്, ഒലീസ് ഒരു ബ്ലിറ്റ്സ് അടിച്ച് നോക്കാം, ചിലപ്പോൾ അങ്ങനെ കയറിയാലോ. ഡബിൾ അടിച്ചോ. ഏതാടാ സാധനം, കൊള്ളാം. നല്ലൊരു സാധനം കിട്ടി. ഡബിള് അവനാണ് അവിടെ വീഴുകയും ചെയ്ത്. ഡബിളിട്ട് അങ്ങനെ ഒരു ബ്ലിറ്റ്സ് അടിച്ച് കൊള്ളാം. ഒലീസ് നല്ലൊരു ബ്ലിറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒരു ഗോളൊന്നും പോരാ, ഇനിയും അടിക്കണം. കോർണർ നമുക്ക് അടിക്കാം. ഒലീസ് നമുക്കവിടെ ദിയോഫ് ഉണ്ട്, എഡ്മിൽസൺ ഉണ്ട്. നമുക്ക് എഡ്മിൽസൻ്റെ ആ ഭാഗത്ത് വെക്കാം. അപ്പോൾ ദിയോഫ് കുത്തുമായിരിക്കും. ദിയോഫെ കുത്തിക്കോ. എടാ സേവടാ. ഒരെണ്ണം കൂടി ഉണ്ട്, ഇതെങ്ങനെ അടിക്കാം. നമ്മളടിക്കും. ദിയോഫ് കുത്തണം. ദിയോഫിനെല്ലാ ഇതും കൊടുത്തിട്ടുണ്ട്. ഒരു CF ആയിട്ട് കുത്താനുള്ളതൊക്കെ ഉണ്ട്. ദിയോഫെ കുത്തിക്കോട്ടാ. കുത്തറ ദിയോഫ്. ഏതറാ സീൻസ് ആരോ ഒന്നും പറയാനില്ല. ബുള്ളറ്റ് ഹെഡറാ, എന്ത് പവറിലാണ് ആ സാധനം പോയത്. ഒന്നും പറയാനില്ല. നൈസ് ഹെഡായിരുന്നത്. ഒലീസിൻ്റെ ഒരു സീൻ സാധനം. ഓഫ് കേട്ടന്ന് വന്നിട്ട് ക്യാൻ്റെ, മെസ്സി എടാ ഒരു ഗോള്. എടാ ബ്ലോക്ക് ട്രാഷ്. എടാ ദിയോഫ് അത്
ഇവിടെ എന്താ കാണിച്ചാടാ മാച്ചപ്പിനെ അക്കി പിടിച്ചുള്ള പ്രശ്നം ഇതാ. എന്തുട്ടാ കാണിച്ച ഓപ്പൺ കസേരാസേ ക്യാൻഡേ മെസ്സി മെസ്സി ത്രൂ ബോൾ ചോക്ക തിയോഫ് അടിച്ചോ മോനെ. മൂന്നാമത്തെ ഗോള് തിയോഫ് അടിച്ചിട്ടുണ്ട്. 2 ഗോള് തിയോഫ്, 1 ബ്ലിറ്റ്സ് ഒലീസേൻ്റെ. കോട്ടുവ 3-0 ജയിച്ചിട്ട് നമ്മൾ ജയിച്ചിട്ടുണ്ട്. ഫസ്റ്റ് മാച്ച് നമുക്ക് അനുകൂലം, ഒരു മാച്ചും പാടെ കളിച്ച് നോക്കുക. ഗൈസ് ഇതാണ് അടുത്ത ഒപ്പോണൻറ്റ്. സ്ക്വാഡ് നോക്കിയ ക്രോസ് സ്പാമർ, CF നോക്കിയ GP എടുത്തെടുക്കണ പറ്റിയ ബുള്ളറ്റ് ഇട്ടിട്ട് നോക്കി വെക്കാം. ഒലീസെ ദിയോഫ് എടാശ അങ്ങനെ കൊടുക്കണ്ടായിരുന്നു, അങ്ങോട്ട് കയറിയാൽ മതിയായിരുന്നു. ഇല്ല അയ്യോ ക്രോസ് സ്പാമറല്ലേ സിൽവസ്റ്റർ. എടാ തീർന്നടാ. ശേഷം പിടിക്ക് അവൻ ക്രോസ് ഇട്ടാ കയ്യിന്. എന്തൊട്ടാ ഇത്, സീൻ ഹെഡായിരുന്നു. എൻ്റെ ഇതിനൊക്കെ അന്യാരവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പിടിക്കാനും പറ്റില്ല. എടാ റോബർട്ട്സൺ അയ്യോ എടാ ക്രോസ് എടാ എടാ ക്ലിയർ എന്തുട്ടാ ഇപ്പം നടന്ന. ആദ്യം ഒരു ഹെഡ് അടിച്ച് കോട്ട് സേവ് ചെയ്ത്, പിന്നെ ഒരു ഷോട്ട് അതും സേവ് ചെയ്ത് ക്ലിയർ. അയ്യോ എടാ ഒലീസെ ദിയോഫ് ഒലീസേൻ്റെ റണ്ണുണ്ട്. നമുക്ക് നൈസിൽ എന്തെങ്കിലുമൊക്കെ കാട്ടാൻ നോക്കാം. ശരിയാ എടാ ഫൗൾ ചെയ്ത് പെനാൾട്ടി ഇട്ടിട്ടുണ്ട്. എടാ ഒലീസ അവിടെ ഇഞ്ചറായ. അയ്യോ ഒലീസ ഇഞ്ചറായ മാറ്റണം അല്ലേ പണിയാ. ഇവിടെ നോക്കി നോക്കാം. ഇല്ലല്ലോ ഒലീസ ഉണ്ട്. നമുക്ക് ലെഫ്റ്റിക്ക് അടിച്ചു നോക്കാം. എടാ അവിടെ തന്നെ നമ്മൾ ഗോൾ അടിച്ചിട്ടുണ്ട്. എന്തായാലും അങ്ങനെയാലും ജയിക്കണം. ക്രോസാണ് ഇടണം. എടാ റോബർട്ട്സൺ അയ്യോ ക്രോസ് പോലെ. കോട്ടും ഒന്നും പറയാനില്ല കേട്ടോ. കോട്ടും ഉള്ളതുകൊണ്ട് നമ്മൾ രക്ഷപ്പെടുന്നുണ്ട്. അങ്ങനെയൊക്കെ എൻ്റെ കൈൻ്റെ നീളം തന്നെ മതി. സിൽവസ്റ്റർ എടുത്തിട്ടുണ്ട്. കോണ്ടെ മെസ്സി ദിയോഫ് ഒലീസെ നൈസ് ത്രൂ ബോൾ ഫ്രം ദിയോഫ്. ഏതാ പാസിങ് ഇടാ. ഏതാ ഒരു ബ്ലിറ്റ്സ് കാളന്ന്. എന്തായാലും കുഴപ്പമില്ല. ദിയോഫിൻ്റെ ഒന്നും പറയാനില്ല. സീൻ ത്രൂ ബോളായിരുന്നു കേട്ടോ. നൈസിൽ അങ്ങോട്ട് തിരിഞ്ഞ് ത്രൂ ബോൾ ഒലീസ് ചെയ്ത് ഫിനിഷ് ആയിട്ടുണ്ട്. അവൻ ഫസ്റ്റ് ഗോൾ അടിച്ചപ്പോൾ ചെറുതായിട്ടൊന്ന് സെലിബ്രേഷൻ ഇട്ട്, അങ്ങനെ ഞാനിട്ട്. കുഴപ്പമില്ല. എന്തായാലും നമ്മളിപ്പോൾ 2-1 ലീഡാണ്. അവന് ക്രോസാണ്. ത്രൂ ബോൾ ഇട്ടങ്ങ് ക്രോസ് ഇടാം, പ്രശ്നം. അങ്ങനെ അടുപ്പിക്കാണ്ടിരിക്കാൻ നോക്കാം. വിയേരി റോബർട്ട്സൺ എടാ പോണ. അയ്യോ എടാ ഈ ക്രോസ് ചെയ്യണ്. രക്ഷയുണ്ട്, കുത്തിയിട്ടിട്ടുണ്ട്. ക്യാൻഡേ എടാ അതിൻ്റെ മിസ്റ്റേക്കാണ്. ഇവിടെ ക്ലിയർ ചെയ്താൽ മതിയായിരുന്നു. തേങ്ങ കോട്ടുക ദിയോഫ് ഹെഡ് ചെയ്തോ കിട്ടിയില്ല. എടുത്തത് റോബർട്ട്സൺ അയ്യടാ ക്രോസ് എടാ തീർന്നടാ. അടിച്ച് മറ്റൊരു കുടുക്കത്തെ ക്രോസ്, ഒന്നും പറയാനില്ല. ഒലീസെ ഇത്തിരി ചാൻസ് ഉണ്ട്. ലാസ്റ്റ് മിനിറ്റ് ആടാ അങ്ങാട് പോയി ത്രൂ ബോൾ കൊടുത്തു നോക്കുക. അതും പോടാ. ലാസ്റ്റ് ചാൻസ് ആയിരുന്നു. പക്ഷെ കോർണർക്ക് എന്തെങ്കിലും അടിക്കാൻ നോക്കാം. മര്യാദ ഫസ്റ്റ് ബോക്സ് അടിക്കാതെ കിട്ടിയില്ല. അപ്പോഴേക്കും സുനിൽ ഇങ്ങാടേക്ക് ഓടി. റൈക്കാർഡ് ഉണ്ട് ഇവിടെ. റൈക്കാർഡ് അത് ഇച്ചിരി ശോഭം തോന്നുന്നു. റൈക്കാർഡ് എത്തിയില്ല, അതും പോയി. എന്തായാലും നമ്മൾ 3-2 പൊട്ടിയിട്ടുണ്ട്. ഭയങ്കര ക്രോസ് സ്പാമറായിരുന്നു. അതിൻ്റെ GPയിലെ ബുള്ളറ്റ് 100 കൊണ്ടുവച്ച് ഈ ക്രോസ് യോഗമായി 3 ഗോൾ ഇങ്ങോട്ട് കിട്ടി. എൻ്റെ അവിടെയൊക്കെ അന്നവാരമൊക്കെയാണ് ഇരിക്കണത്. പറഞ്ഞിട്ട് നമുക്ക് കുഴപ്പമില്ലാണ്ട് കോട്ട് നല്ല സേവും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു.
എന്തായാലും കൊള്ളാം, കുഴപ്പമില്ല. മാനേജറിനൊക്കെ ആണെങ്കിൽ വെറുതെ ഒന്ന് കളിപ്പിച്ചോളൂ. ഈ ഔട്ട് വേടിച്ചില്ല കളിക്കാനൊന്നും പോകില്ല, ജസ്റ്റ് ഒന്ന് കളിപ്പിച്ച് നോക്കിയതാണ്. ഈ ഫോർമേഷനൊക്കെ ആരും ഇട്ടോന്ന് നോക്കണതില്ല, വെറുതെ വന്നിട്ട് കളിപ്പിച്ചതാണ്. എന്തായാലും എനിക്ക് കുഴപ്പമില്ലാണ്ട് കളിക്കാനൊക്കെ പറ്റി. ഇത് പെനാൽറ്റി കിട്ടിയായിരുന്നു. പിന്നെ അവരാണ് ഭയങ്കര പ്രോത്സാഹനം, ഒന്നും പറയാനില്ല. പിന്നെ അപ്പോൾ ഈ ഒരു വീഡിയോ കാര്യങ്ങൾക്ക് ഇത്രേ ഉള്ളൂ. വെറുതെ ഒന്ന് കളിപ്പിക്കണമെന്നുണ്ട് അയാൾ മാനേജർ വെച്ച്. പിന്നെ സാവി സിമൻസിനെ വെച്ച് കളിപ്പിക്കണമെന്നുണ്ട്, പക്ഷെ ഒന്നും നടന്നില്ല. ഗോളടിയൊന്നും സാവി സിമൻസിനെ കൊണ്ടുപോകും ആ ഒരു ഭാഗത്തൊന്നും കിട്ടിയില്ല. കൊടുക്കാനൊക്കെ നോക്കി, പക്ഷെ ഒന്നും നടന്നില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ കാര്യങ്ങൾക്ക് ഇത്രേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലും കൊടുക്കുക, ഫോളോ ചെയ്തേക്കാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ.